എല്ലാ മലയാളികൾക്കും നവരാത്രി ആശംസകൾ. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഏവർക്കും അറിയാം, ഏതൊരു വിദ്യ പഠിക്കുമ്പോഴും അത് ആയോധന കലയായിക്കോട്ടെ, ഡാൻസ്, സംഗീതം ഏതുമായിക്കൊള്ളട്ടെ, ബേസ് അല്ലെങ്കിൽ അടിത്തറ ഓർ ഫൗണ്ടേഷൻ ശക്തമാക്കേണ്ടത് വളരെ പ്രധാനം തന്നെയാണ്. എങ്കിൽ മാത്രമേ ആ വിദ്യയിൽ യഥാർത്ഥ ഉന്നതിയിൽ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വിഷയത്തിൽ തന്നെയാണ് ഇന്നത്തെ പ്രസന്റേഷനും ഞാൻ അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ എന്ന സമൂഹജീവി മൂവ്മെന്റുകൾ ചെയ്യുന്നത് അതിപ്പം നിൽക്കുന്നതാവാം, അല്ലെങ്കിൽ നടക്കുന്നതാവാം, ജോഗ് ചെയ്യുന്നതാവാം, ഓർ മാർഷൽ ആർട്സിൽ നമ്മൾ അറ്റാക്കിംഗ് ടെക്നിക്സ് ചെയ്യുന്നതാവാം. ഏത് മൂവ്മെന്റുകൾ ആയിക്കൊള്ളട്ടെ, നമ്മൾ തീർച്ചയായും ശരീരത്തിന്റെ വീലുകൾ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന നമ്മുടെ കാലുകളാണ്. അതിനാലാണ് ഈ കാലുകളുടെ മസിൽസ്, അഥവാ ക്വാഡ്സ് മസിൽസ് ആവാം, ഹാംസ്ട്രിങ്സ് ആവാം, അഡക്ടർ മസിൽസ് ആവാം, ഇല്ലെങ്കിൽ ഗ്ലൂട്ട്സ് ആവാം, കാഫ് മസിൽസ് ആവാം, ഇതിനെ എല്ലാത്തിനെയും ശക്തിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. നമുക്കറിയാം, പ്രായമാകുമ്പോൾ നമ്മുടെ ശക്തി കുറഞ്ഞു വരും, നമ്മുടെ മസിൽ ലോസ് സംഭവിക്കും, ബോൺസിന്റെ ഡെൻസിറ്റി കുറയും. ഇവിടെയാണ് ഏത് പ്രായത്തിലും നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ അടിത്തറ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ശക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യം വരുന്നത്. ഇവിടെയാണ് കുംഫു എന്നുള്ള മാർഷൽ സിസ്റ്റത്തിൽ ബേസിക് സ്റ്റാൻസ് ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം വരുന്നത്. കുംഫുവിലെ പ്രധാന സ്റ്റാൻസുകളിൽ ഒന്നായ മാബു, അല്ലെങ്കിൽ കാന്റനീസ് ഡയലക്റ്റിൽ നമുക്ക് സെയ് പിങ്മ എന്നറിയപ്പെടുന്നു. സെയ് പിങ്മ, സെയ് എന്നാൽ 4 എന്ന് അർത്ഥമാക്കുന്നു. യെറ്റ് ഈ സാം സെയ്, സെയ് എന്നാൽ 4. സെയ് പിങ്മ എന്നാൽ 4 ലെവലിലാണ് നമ്മൾ ഈ സ്റ്റാൻസ് ഫോം ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ തെക്കൻ ഷാവലിനായിക്കോട്ടെ, ഇല്ലെങ്കിൽ വടക്കൻ ഷാവൽ സിസ്റ്റങ്ങളിലായിക്കോട്ടെ, ഏതിലും ഈ ഒരു സെയ്പിങ് മാ എന്ന സ്റ്റാൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാമുഖ്യം നൽകി വരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പരിശീലിപ്പിച്ചു വരുന്ന വിങ്ചുൻ കുംഫു ഷോർട്ട് റേഞ്ച് മാർഷൽ ആർട്സ് കുംഫു ഫൈറ്റിംഗ് ആർട്ടാണ്. അപ്പോൾ ആ വിങ്ചുൻ കുംഫുവിൽ നമ്മൾ കൂടുതലും ഈ വെപ്പൺസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബാജക്ദോ എന്ന 8 സ്ലാഷിംഗ് നൈഫ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ 10 അടി നീളമുള്ള ലോങ് പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് കൂടുതലും ഈ സെയ്പിങ് മാ അല്ലെങ്കിൽ മാബു ഓർ ഹോസ് സ്റ്റാൻസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നേരെ മറിച്ച് വേറെ തെക്കൻ ഷാവലിൻ സിസ്റ്റങ്ങളിലായിട്ടുള്ള ഹങ്ക അല്ലെങ്കിൽ ചോയ്ക, ചോയ്ലിഫു പോലുള്ള ഈ വൈറ്റ് സ്റ്റാൻസുകൾ യൂസ് ചെയ്യുന്ന അറ്റാക്സുകൾ യൂസ് ചെയ്യുന്ന മൂവ്മെന്റുകളുണ്ട്, കുംഫു സിസ്റ്റങ്ങളുണ്ട്. ഇതിലെല്ലാം ഹോസ് സ്റ്റാൻസിന് ഒരുപാട് പ്രാധാന്യം നൽകി വരുന്നു. ഇതിനെല്ലാത്തിന്റെയും ബേസിക്, ഇതെല്ലാം ഒരു ട്രെയിനിങ് സ്റ്റാൻസ് ആണ്, ഒരിക്കലും ഒരു ഫൈറ്റിംഗ് സ്റ്റാൻസ് അല്ല. നമ്മുടെ അടിത്തറ സ്ട്രോങ് ആക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്റ്റാൻസുകളുടെ ബേസിക് ഉദ്ദേശം വരുന്നത്. അപ്പൊ ഈ സ്റ്റാൻസ് എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള ട്രെയിനിങ് വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. സെയ്പിങ് മാ എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 4 ലെവലുകളായിട്ടാണ് നമ്മൾ ബോഡി ആ പോസ്റ്ററിലോട്ട് സിങ്ക് ചെയ്യുക എന്ന് പറയും. സിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ബോഡി പോസ്റ്ററിലോട്ട് ഫോം ചെയ്യുന്നത്. ആ 4 ലെവലുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ലെവൽ നമ്മുടെ കഴുത്താണ്, ദെൻ ഷോൾഡർ ലെവൽ, ഹിപ്പ് ലെവൽ ആൻഡ് മുട്ട് അല്ലെങ്കിൽ നീ ലെവൽ. ഈ 4 ലെവലിലായിട്ടാണ് നമ്മൾ സ്റ്റാൻസിലോട്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ സ്റ്റാൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു കൈപ്പത്തി അകലത്തിൽ ബോഡി ബാലൻസ് ചെയ്ത് ഈക്വൽ വെയിറ്റ് കൊടുത്ത് ആദ്യം ബാലൻസ് ചെയ്ത് നിൽക്കുക. ഓക്കെ, ദെൻ കൈ ഒന്നുകിൽ ഇവിടെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഹിപ്പിന്റെ അവിടെ പ്ലേസ് ചെയ്യുക, രണ്ടാണെങ്കിൽ ഓക്കെയാണ്. ദെൻ സ്പൈൻ ആണ് ആദ്യം ബെൻഡ്. പൊതുവേ നമ്മൾ കാണാം പലരും നീ ബെൻഡ് ചെയ്യുന്നത്. തീർച്ചയായും നീ ബെൻഡ് ചെയ്യണം, ബട്ട് ഇവിടെ സ്പൈനാണ് ഇമ്പോർട്ടൻസ്. നമ്മുടെ സ്പൈൻ മെയിലോ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ടെയിൽ ബോൺ, നമ്മുടെ കോസിക്സ് എന്ന് പറയും. കോസിക്സും അതേപോലെ തൊട്ട് മുകളിലുള്ള സേക്രം, S3, S4, S2 ഭാഗങ്ങളാണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ അപ്പർ ബാക്ക് ഒരു T10, T11 അതായത് തൊറാസിക് റീജിയനിലുള്ള ഈ ഭാഗം ഒരിക്കലും ബെൻഡ് ചെയ്യാതിരിക്കുക. നമ്പർ 1, സൈഡ് ആംഗിൾ കാണിച്ചാൽ കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഓക്കെ, ദെൻ ബെൻഡ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ആദ്യം ഹീലിൽ വെയിറ്റ് കൊടുക്കുക, ദെൻ ബോൾ ഓഫ് ദി ഫുട്ട് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ബോൾ ഓഫ് ദി ഫുട്ടിൽ വെയിറ്റ് കൊടുക്കുക, ദെൻ ഹീൽ ചെറുതായിട്ട് ഓപ്പൺ ചെയ്യുക. ഇതാണ് ബേസിക്കലി നമ്മൾ വിങ്ചുൻ പരിശീലിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റാൻസ്. നമ്മൾ ഇജി കിംയുങ് മാ അല്ലെങ്കിൽ ട്രയാങ്കിൾ സ്റ്റാൻസ് എന്ന് പറയും, 2 അഡക്ഷൻ സ്റ്റാൻസ് എന്ന പല പേരിൽ അറിയപ്പെടുന്നു. ഈ ഒരു സ്റ്റാൻസിന്റെ ഒരു സ്റ്റെപ്പ് കൂടെ ഓപ്പൺ ചെയ്യുക, അടുത്ത 3 and 4 അവിടെ 1.5 ഷോൾഡർ വിഡ്ത്ത് ലെവലിലോട്ട് നമ്മൾ കാര്യങ്ങളെത്തി.
ഇനിയാണ് നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിൽ കുതിരപ്പുറത്തിരിക്കുന്ന സ്റ്റാൻസ് അല്ലെങ്കിൽ ചെയറിലിരിക്കുന്ന പോലെ നമ്മൾ അവിടെ നമ്മുടെ സ്പൈൻ സിങ്ക് ചെയ്യുന്നതിന്റെ പ്രാധാന്യം വരുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈജിക്ക് മിമ ആണെങ്കിലും അല്ലെങ്കിൽ വിങ്ചുനിലെ സ്റ്റാൻസ് ആണെങ്കിലും ഹോഴ്സ് സ്റ്റാൻസ് ആണെങ്കിലും വൈറ്റ് സൈപ്പിംഗ് ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്വാ എന്ന് പറയും, ചൈനീസിലെ ക്വാ, അതായത് നമ്മുടെ കാലുകൾ മിഡിൽ ബോഡിയും ലോവർ ബോഡിയും കണക്ട് ചെയ്യുന്ന ഈ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ക്വാ എന്ന് ചൈനീസിൽ അറിയപ്പെടുന്നു. ഈ ക്വാ എപ്പോഴും ഓപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ തുറന്നിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം നമ്മൾ ചിഗോങ് പ്രാക്ടീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുംഫു പ്രാക്ടീസ് ചെയ്യുമ്പോഴോ നമ്മളത്തെ ഷവറിംഗ് സിസ്റ്റങ്ങളിൽ എല്ലാം എനർജി അബ്സോർബ് ചെയ്യുന്നത് ഗ്രൗണ്ടിൽ നിന്നാണ്. കാര്യം അവിടെ സെയിങ് ഉണ്ട്, നോ സ്റ്റൺസ് നോ പവർ, നോ പവർ നോ കുംഫു. സ്റ്റാൻസ് ഇല്ലെങ്കിൽ പവർ ഇല്ല, പവർ ഇല്ലെങ്കിൽ കുംഫു ഇല്ല. ഇതിനാണ് ബേസിക് ഫൗണ്ടേഷൻ അടിത്തറ സ്ട്രോങ് ആക്കേണ്ടത്. ഇപ്പോ പറഞ്ഞ ക്വാ ഓപ്പൺ ആയിരിന്നാൽ മാത്രമേ എനർജി ഫ്ലോ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള എനർജി ഫ്ലോ പ്രോപ്പർ ആവുകയുള്ളൂ. ഒരു വെള്ളം ഒഴുകുന്ന പോലെ സ്മൂത്ത് ആയിട്ട് നമുക്ക് എനർജി ഒഴുകാൻ പറ്റണം, ഒപ്പോണിലോട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് കൂടുതൽ കൂടുതൽ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻസ് ട്രെയിനിങ്, അതിപ്പോ ഇജിക്കിമിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ് സ്റ്റാൻസ് അല്ലെങ്കിൽ സേവിംഗ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസും അത് തന്നെയാണ് വരുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം എങ്ങനെ അത് വ്യക്തമായിട്ട് നിൽക്കാം എന്നുള്ളത്. കൈ ജസ്റ്റ് പ്ലേസ് ചെയ്യുക, നേരെ ബാക്കിലേക്ക് എടുക്കുക, സ്പൈൻ സിങ്ക് ചെയ്യുക. സ്പൈൻ സിങ്ക് ചെയ്യുന്നതിന്റെ സെയിം ടൈം, കാരണം ഇതെല്ലാം ശരീരത്തിന്റെ ഒറ്റ ഭാഗം തന്നെയാണ്, നാച്ചുറലി നമ്മുടെ നീയും ബെൻഡ് ആവും. അവിടെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അവിടെ ഉറപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അവിടെ സ്പൈൻ സിങ്ക് ചെയ്യുക, ദെൻ ഹീൽ വെയിറ്റ് കൊടുത്തിട്ട് ഫ്രണ്ട് ഓപ്പൺ ചെയ്യുക, ഫ്രണ്ട് വെയിറ്റ് കൊടുത്ത് ഹീൽ ഓപ്പൺ ചെയ്യുക. ഇത് ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് സ്പൈൻ സിങ്ക് ചെയ്യുക. സെയിം ടൈം നമ്മുടെ ഹീലിലും ബോൾ ഓഫ് ദി ഫുട്ടിലും ഒരേ വെയിറ്റ് കൊടുക്കുക. കൂടാതെ നമ്മുടെ ടോസ് അല്ലെങ്കിൽ കാലുകളുടെ വിരലുകൾ ഒന്ന് ഗ്രിപ്പ് ചെയ്ത് പിടിക്കുക, ലൈറ്റ് അടുത്ത് ഗ്രിപ്പ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ ഇന്നർ തൈ മസിൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡക്ടർ മസിൽസ് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് ആ സമയത്താണ്. ഇതെല്ലാം ഒരേപോലെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹോഴ്സ് സ്റ്റാൻസ് പ്രോപ്പർ ആവും. ഒരിക്കലും ബെൻഡ് ചെയ്യരുത്. നമ്മുടെ സ്പൈൻ അപ്രൈറ്റ് ചെയ്ത് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഈ ഒരു സ്റ്റാൻസ് നമുക്ക് തുടക്കത്തിൽ ഒരു 30 സെക്കൻഡ് സ്റ്റോപ്പ് വാച്ചിൽ 30 സെക്കൻഡ് വെച്ച് നമുക്ക് തുടങ്ങാം, പ്രാക്ടീസ് ലൈറ്റ് എടുത്ത് തുടങ്ങാം. പിന്നെ ഗ്രാജുവലി 1 മിനിറ്റ്, 1.5 മിനിറ്റ്, 2 മിനിറ്റ് സമയം കൂട്ടി കൊണ്ടുവരാൻ ഇത് സാധിക്കും. എങ്കിൽ മാത്രമേ നമ്മുടെ അടിത്തറ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുകയുള്ളൂ. കാര്യം നമ്മൾ കിക്ക് ചെയ്യുമ്പോഴും അറ്റാക്ക് ചെയ്യുമ്പോഴും എല്ലാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ എനർജി ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അടിത്തറ ഫൗണ്ടേഷൻ ശക്തമായിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ അറ്റാക്സ് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അടിത്തറ പ്രോപ്പർ അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ഓടുന്ന വണ്ടിയുടെ വീൽ കൃത്യമായിട്ട് എയർ ഇൻഫ്ലേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന്റെ സ്ട്രക്ചർ എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആ വണ്ടി ബോബിൾ ചെയ്തായിരിക്കും മൂവ് ചെയ്തത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ വീൽ അല്ലെങ്കിൽ കാലിന്റെ ഫൗണ്ടേഷൻ ശക്തമാക്കുന്നതിന്റെ പ്രാധാന്യം വരുന്നത്. താങ്ക് യു.